ഇന്ത്യയിലെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ധീരമായി നേതൃത്വം നൽകുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ദേശീയ പ്രസിഡന്റ് ബഹുമാനനായ ആസിഫ് ഖാൻ, സംഘപരിവാർ വംശീയതയോട് പോരാടുന്നതിൽ ഇന്ത്യയിലെ സുപ്രധാന ഐക്കണായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടക ബഹുമാനിയായ ശ്വേതാ ഭട്ട്, ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സ്ഥാപക നേതാവും വെൽഫെയർ പാർട്ടി ഓഫ് കേരളയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനനായ എസ് ഇർഷാദ്, വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനായ മുസ്തഫ പാലാഴി, വേദിയിലിരിക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ബഹുമാനരായ നേതാക്കളെ, ഇന്നലെ രാത്രി മുതൽ യാത്ര ആരംഭിച്ച് വളരെ ആവേശത്തോടുകൂടി നമ്മുടെ ഈ ഡിഗ്നിറ്റി കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഫ്യൂച്ചർ ഈസ് ഫോർ ഫ്രട്ടേണൽ ഡെസ്റ്റിനി, ഭാവിയുടെ ഭാഗധേയം സാഹോദര്യത്തിൻ്റെതാണ് എന്ന് പറയുന്ന വളരെ പോസിറ്റീവായ ആത്മവിശ്വാസം നിറഞ്ഞ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരമൊരു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുവെ ഇന്ത്യയിൽ ഇത്തരം സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന സങ്കീർണതകളെ കുറിച്ചും അതിന്റെ പ്രതിസന്ധികളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കാര്യമായി സംസാരിക്കുക. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ഈ സദസ്സ് എന്ന് പറയുന്നത് അത്തരം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുള്ള വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് ഇന്നിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമുക്കറിയാം, നമ്മുടെ ചീഫ് ഗസ്റ്റ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയിലെ സംഘപരിവാർ വംശീയതയുടെ 1-ാം നമ്പർ ഐക്കണ്ടെതിരെ ഗുജറാത്ത് വംശഹത്യയുടെ ചോരക്കറ നിങ്ങളുടെ ചുണ്ടിലുണ്ട് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജയിലറിലേക്ക് നടന്നുപോയ സഞ്ജീവ് ഭട്ടിനെ നമുക്കറിയാം. ആ സഞ്ജീവ് ഭട്ടിന് വേണ്ടി ധീരമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന, വളരെ ആവേശത്തോടെ, വളരെ ആർജവത്തോടെ, ധീരതയോടെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്വേതാ ഭട്ട് നമുക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. എന്റെ ഈ മുമ്പിലിരിക്കുന്ന സദസ്സ് നമുക്കറിയാം, കേരളത്തിലെ ഏകാധിപത്യത്തിന്റെ പല ക്യാമ്പസുകളും, ജനാധിപത്യത്തിന്റെ ശുദ്ധമായി കടക്കാതിരുന്ന പല ക്യാമ്പസുകൾക്കകത്തും വളരെ നിർഭയത്തോടെ കടന്നു ചെന്നുകൊണ്ട്, വളരെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ ക്യാമ്പസുകളിലെ ഇടിമുറികളെയും ചെങ്കോട്ടകളെയും ഹരിതക്കോട്ടകളെയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് സ്വന്തം രക്തവും വിയർപ്പും ഒഴുക്കിക്കൊണ്ട് ആ ക്യാമ്പസുകൾ ജനാധിപത്യവൽക്കരിപ്പിച്ച ഒരുപാട് മുഖങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അത് ഈ സമ്മേളനത്തിന്റെ പ്രൗഢി തന്നെയാണ്. ഈ രാജ്യത്തെ തെരുവുകളിൽ, ക്യാമ്പസുകളിൽ നീതിക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെയുണ്ട്. മലബാറിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി പോരാടി അതിന്റെ പേരിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അറസ്റ്റ് വരിച്ച് ജയിൽ വരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശം നേടിക്കൊടുത്ത ഒരുപാട് മുഖങ്ങൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. രാജ്യത്ത് സംഘപരിവാർ വംശീയതക്കെതിരായി നിരന്തര പോരാട്ടം നടത്തിയ, ബുൾഡോസർ രാജിനെതിരെയും ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെയും മണിപ്പൂരിലെ വംശഹത്യക്കെതിരെയും ഒക്കെയും നിരന്തരമായ സമരങ്ങൾ നടത്തിയ ഇവിടത്തെ ക്യാമ്പസുകളിൽ നിന്നും നിരവധി ഷോക്കസ് നോട്ടീസുകളും സസ്പെൻഷനുകളും ഏറ്റുവാങ്ങിയ ഒരുപാട് മുഖങ്ങൾ എന്റെ മുമ്പിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് എന്ന് പറയുന്നത് ഇത് ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്നവരുടെ സദസ്സാണ്. ഇത് വളരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സദസ്സാണ് ഈ സദസ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, ഭാവിയുടെ ഭാഗധേയം എന്ന് പറയുന്നത് ഈ സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെതാണ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു സദസ്സ് എന്റെ മുമ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മുദ്രാവാക്യം മുന്നോട്ട് വെക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ സമ്മേളനത്തിൽ ആത്മാഭിമാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഡിഗ്നിറ്റി കോൺഫറൻസ് എന്നാണ് നമ്മൾ ഈ സമ്മേളനത്തിന് പേര് നൽകിയിട്ടുള്ളത്. കാരണം നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, ആത്മാഭിമാനം നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പിറന്നു വീണ ജാതിയുടെ പേരിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ആളുകൾ, ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളിൽ നിരന്തരമായ
വിവേചനം നേരിടേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യരുള്ള രാജ്യമാണ്. തങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, നമ്മൾ കൊല്ലപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണ് എന്ന് പോലും അറിയാൻ കഴിയാത്ത, ഒടുവിൽ എന്റെ സ്വത്വം തന്നെയാണ് എന്റെ പ്രശ്നമെന്ന് വിലപിക്കേണ്ടി വരുന്ന ഒരുപാട് നിസ്സഹായരായ ഒരു മനുഷ്യരുടെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധിയായ, നമുക്കറിയാം, ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഭ്രൂണത്തെ വരെ ശൂലത്തിൽ കുത്തിനിർത്തിക്കൊണ്ട് ആ ഭ്രൂണങ്ങളെ വരെ വെറുതെ വിടാത്ത ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. ഈ രാജ്യത്ത് ഗുജറാത്തിലെ ഉനയിലെ അവരുടെ കുലത്തൊഴിൽ ചെയ്തതിന്റെ പേരിൽ ദളിതരെ വസ്ത്രമുരിഞ്ഞുകൊണ്ട് പച്ചയായി പീഡിപ്പിക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഭീമ കൊറഗവ് എന്ന് പറയുന്ന അതിന്റെ വാർഷികം ആഘോഷത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് പ്രമുഖരായ ഒരുപാട് മനുഷ്യരെ, ആനന്ദത്തിൽ തുണ്ടയെ പോലെ, റോണ വിൽസനെ പോലെ, ഹാനി ബാബുവിനെ പോലെയുള്ള ഒരുപാട് മനുഷ്യരെ ജയിലിലടച്ച ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. ഈ രാജ്യത്ത് പൗരത്വ സമരം നടത്തിയതിന്റെ പേരിൽ ഷെർജീൽ ഇമാം പോലെയുള്ള, ഉമർ ഖാലിദ് പോലെയുള്ള നിരവധി നേതാക്കളെ ജയിലിലടച്ച ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. 5 നേരം നമസ്കരിച്ചിരുന്ന ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി അവിടെ പൊളിച്ചിട്ട് അവിടെ അനീതിയുടെ മന്ദിരം പണിയുമ്പോൾ ആ മന്ദിരത്തിന് ഒത്താശ പിടിക്കുന്ന ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവുമുള്ള ഒരു രാജ്യത്ത് കൂടിയാണ് നമ്മൾ ആത്മാഭിമാനത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധിയായിക്കൊണ്ട് ആത്മാഭിമാനം പിച്ചു ചീന്തപ്പെട്ട ഒരുപാട് മനുഷ്യർ, ഛത്തീസ്ഗഡിലെ ആദിവാസികൾ, മണിപ്പൂരിലെ ക്രിസ്ത്യൻ സമൂഹം, അങ്ങനെയുള്ള നമ്മൾ എണ്ണിയാൽ തീരാത്ത വിധത്തിൽ സ്വഭാവത്തിൽ ഈ രാജ്യത്ത് വ്യത്യസ്ത ജനസമൂഹങ്ങൾ വലിയ സ്വഭാവത്തിൽ ആത്മാഭിമാനം പിച്ചു ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് റിപ്പബ്ലിക്കായി മാറിയ ജനുവരി 26 എന്ന് പറയുന്നതിന് അതിനേക്കാൾ പ്രാധാന്യം വിവാദ മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ജനുവരി 22 നൽകപ്പെടുന്ന ഒരു രാജ്യം. രാജ്യത്തെ ഭരണഘടനയും പാർലമെന്റും മറ്റു സംവിധാനങ്ങളെല്ലാം ഒരു വ്യക്തിയിലേക്കും പാർട്ടിയിലേക്കും മാത്രമായി ചുരുങ്ങുന്നു. പ്രശസ്ത ചിന്തകനായ മിഷേൽ ഫുക്കോന്റെ മാൻഡസ് ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ആധുനിക പൂർവ്വകാലത്തെ രാജഭരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് രാജ്യം എന്ന് പറയുന്നത് ഒരു രാജാവും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ശരീരവും മാത്രമായി മാറുന്ന ഒരു സ്ഥിതിയെ കുറിച്ചിട്ട് ഫൂക്കോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു രാജ്യത്തെ സ്ഥിതിവിശേഷം നടക്കുമ്പോൾ ഇതിന് ചെപ്പടി വിദ്യകൾ കൊണ്ട് മറികടക്കാൻ കഴിയില്ല എന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് കൃത്യമായ അജണ്ടകളില്ല. ഹിന്ദുത്വത്തിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് മൃദു ഹിന്ദുത്വമല്ല, വർഗീയതയുടെ പ്രതിനിധി എന്ന് പറയുന്നത് പ്രതിവർഗീയതമല്ല, അക്രമത്തിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് പ്രതി അക്രമമല്ല എന്ന് ഈ മൂവ്മെന്റ് മനസ്സിലാക്കുന്നു. മറിച്ച് ആത്മാഭിമാനം നിഷേധിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ ചേർന്നെടുക്കുന്ന സാഹോദര്യം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് മാത്രമാണ് ഇന്ന് ഹിന്ദുത്വ ഇന്ത്യയിൽ വംശീയതക്കുള്ള ഒരു പ്രതിനിധി എന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. അത് കേവലമായ ഒരു വികാരം മാത്രമല്ല, മറിച്ച് അതൊരു രാഷ്ട്രീയ രൂപമാക്കി വളർത്തിയെടുക്കാൻ കഴിയുമ്പോഴാണ് ഹിന്ദുത്വ വംശീയതയെ നമുക്ക് ഇന്ത്യ രാജ്യത്ത് പരാജയപ്പെടുത്താൻ കഴിയുക. വംശഹത്യ രാഷ്ട്രീയത്തെ മുൻപിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തിപ്പിടിക്കുന്നത്. ചരിത്രത്തിൽ നീതിയുടെ വിമോചന പരത്ത് എഴുതിയ ഒരുപാട് മനുഷ്യർ നമുക്കറിയാം. അറിവിനെ ഇവിടുത്തെ സവർണ കുത്തകവൽക്കരിച്ചപ്പോ ആ അറിവിന്റെ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി പോരാടിയ സാവിത്രിബായി ഫൂലെയെ പോലെയുള്ള, ജ്യോതിറാവ് ഫൂലെയെ പോലെയുള്ള, ഫാത്തിമ ഷേഖിനെ പോലെയുള്ള ഒരുപാട് മനുഷ്യര് നമുക്ക് മുമ്പേ ഇതിനു വേണ്ടി കടന്നുപോയിട്ടുണ്ട്. അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് ഇവിടുത്തെ പാർശ്വവൽക്കതരെ മാറ്റി നിർത്തിയപ്പോൾ സംവരണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ആശയത്തെ മുന്നിൽ വെച്ച ഒരുപാട് മുൻഗാമികൾ, മഹാത്മാ അംബേദ്കറെ പോലെയുള്ള മുൻഗാമികൾ ഈ രാജ്യത്ത് കടന്നുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ ഇവിടുത്തെ അധിനിവേശ ഭരണകൂടത്തിന്റെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുമ്പിൽ അടിപതറാതെ പൊരുതിന്നുകൊണ്ട് വളരെ ആവേശത്തോടെ രക്തസാക്ഷിത്വം വരിച്ച വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഈ സാഹോദര്യ രാഷ്ട്രീയത്തെ ഈ രാജ്യത്ത് പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. സവർണർ ഭ്രഷ്ട് കൽപ്പിച്ച തെരുവുകളിൽ ആത്മാഭിമാനത്തിന്റെ വില്ലുവണ്ടി വായിച്ച മഹാത്മാ അയ്യങ്കാളി സഹോദര രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുവുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. വിമോചനം സയൻസ് വംശീയതയോട്, അവരുടെ ആധുനികമായ മെർക്കോവ ടാങ്കുകളോടും അപ്പാഷ ഹെലികോപ്റ്ററുകളോടും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മാത്രം പൊരുതിനിൽക്കുന്ന ഫലസ്തീനിലെ ഖുദ്സിലെ വിമോചന പോരാളികൾ ഇന്നും നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെയും മുന്നോട്ട് വെക്കുന്ന ഒരു സഹോദര രാഷ്ട്രീയത്തിന്റെ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന്റെ തുടർച്ചയായി കൊണ്ടാണ് ഇന്ത്യയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പിറവിയെടുക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ ആളില്ലാത്ത തെരുവിൽ ആ മുമ്പിൽ നിൽക്കാൻ ഞങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ 7 വർഷം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇവിടെ വിവാദ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഈ രാജ്യത്ത് പ്രതിഷേധങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട്
വലിയൊരു നിശബ്ദത കളിയാടുമ്പോൾ രാജ്യത്തിന്റെ ജാമിയ മില്ലിയ ക്യാമ്പസിൽ നിന്നും, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, കേരളത്തിലെ പ്രമുഖ കലാലയങ്ങളിൽ നിന്നുകൊണ്ടും ഞങ്ങൾ നിശബ്ദരായിരിക്കാൻ ഒരുക്കമല്ല. ഇവിടെ നടക്കുന്നത് അനീതിയുടെ മന്ദിരത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ആർജവമുള്ള ഒരു യുവതയെ സൃഷ്ടിച്ചെടുത്തു എന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കഴിഞ്ഞ 7 വർഷം ഈ രാജ്യത്തിന്റെ ക്യാമ്പസുകളിൽ, തെരുവുകളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് NIT ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുന്ന സംഭവം നമ്മൾ കണ്ടു. വിശാഖ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് നേരെ അതിനെ അനുകൂലിച്ചുകൊണ്ട് NIT രാമരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വ വിദ്യാർത്ഥികൾ ഒരു ബാനർ ഉയർത്തിയപ്പോൾ ഇത് ഹിന്ദുത്വത്തിന്റെ രാമരാജ്യമല്ല, ഇത് സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രിയാണ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയതിന്റെ പേരിലാണ് 1 വർഷത്തേക്ക് അന്യായമായി ആ വിദ്യാർത്ഥി സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ഇതേ സ്വഭാവത്തിൽ സസ്പെൻഷൻ കണ്ടത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ പ്രിയപ്പെട്ട രോഹിത് വേമുലയായിരുന്നു. മുസാഫർ നഗറിൽ നടന്ന മുസ്ലിം വംശഹത്യ അത് മുസ്ലിം വംശഹത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസാഫർ നഗർ ബാക്കി ഹെബ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രദർശിപ്പിച്ചതിന്റെ പേരിലാണ് രോഹിത് വേമുല ക്യാമ്പസിൽ നിന്നും വിലക്കേൽപ്പിക്കപ്പെടുന്നത്. ഒടുവിൽ സ്വന്തം ജീവിതം ഈ രാഷ്ട്രീയത്തിന് സമർപ്പിക്കുമ്പോൾ രോഹിത് വേമുല എഴുതി വെച്ച വാക്കുകൾ നമുക്കറിയാം. ഞാൻ എന്റെ ജീവിതത്തെ, ഞാൻ എന്റെ ജീവനെ ഈ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ പിരിഞ്ഞു പോകുന്നത്. ഇനി വരുന്ന വിദ്യാർത്ഥി തലമുറ ഈ രാഷ്ട്രീയത്തെ വളരെ ഉജ്ജ്വലമായി ഏറ്റെടുക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് രോഹിത് വേമുല അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ എഴുതി വെക്കുന്നത്. നമ്മൾ ഉറച്ചു പറയുന്നു, രോഹിത് വേമുല തന്നെയാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു രോഹിത് വേമുല കേരളത്തിന്റെ, രാജ്യത്തിന്റെ ക്യാമ്പസുകളിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് NIT നമ്മൾ നടത്തിയ ഐതിഹാസികമായ സമരത്തിലൂടെ സംഘ് പരിവാർ അഡ്മിനിസ്ട്രേഷനെ മുട്ടുകുത്തിക്കൊണ്ട് ആ സസ്പെൻഷൻ നിരുപാധികം പിൻവലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു തലമുറ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ, ക്യാമ്പസുകളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തിയത്. ഇങ്ങനെ നിരവധിയായിക്കൊണ്ട് ഉള്ള സ്ഥലങ്ങളിൽ ഈ രാജ്യത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ ഇവിടത്തെ ഭരണകൂടം പരാജയപ്പെട്ട് ആയിരക്കണക്കിന് ശവങ്ങൾ ഗംഗാനദിയിൽ ഒഴുകി നടന്ന ഒരു ചരിത്രം നമ്മൾ മറന്നിട്ടില്ല. ഇവിടത്തെ സാമ്പത്തികമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് നോട്ട് നിരോധനം ഈ രാജ്യം നടപ്പിലാക്കി നമ്മൾ മറന്നിട്ടില്ല. അന്നൊക്കെയും ഇതൊക്കെ നടപ്പിലാക്കുമ്പോൾ നോട്ട് നിരോധനം എന്ന് പറയുന്നത് രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് എന്ന് ആദ്യം പ്രഖ്യാപിച്ച മൂവ്മെന്റിന്റെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത്. നരേന്ദ്രമോദി UGCയുടെ ഒരു സർക്കുലർ വരികയാണ്. എല്ലാ ക്യാമ്പസുകളിലും കോവിഡ് പ്രതിരോധത്തിന് നൽകിയ നരേന്ദ്രമോദിക്ക് നന്ദി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ വരികയാണ്. അങ്ങനെ ഒരു സർക്കുലർ വരുമ്പോ ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്ക് നന്ദി പറയാൻ രാജ്യത്തിന്റെ ക്യാമ്പസുകൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ധീരമായ പ്രഖ്യാപനം ഈ രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിച്ച പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 7 വർഷവും തെരുവിൽ തന്നെയായിരുന്നു, എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. ഒരുപാട് പോരാട്ട വീഥികളിൽ നമ്മൾ ഉണ്ടായിരുന്നു. രാജ്യത്തെ പൗരത്വ നിയമം നടപ്പിലാക്കി വലിയ നിശബ്ദത ഈ രാജ്യത്തിൽ നിന്നപ്പോ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ വായി മൂടിയപ്പോൾ ഇവിടത്തെ അലിഗഡിൽ നിന്നും, ജാമിയ മില്ലയിൽ നിന്നും, JNU നിന്നുമുള്ള നമ്മുടെ പോരാളികൾ നയിച്ച സമരം ഈ രാജ്യത്തിന്റെ സമരമായി കത്തിപ്പടർന്നത് നമ്മൾ കണ്ടതാണ്. 25,000-ഓളം വരുന്ന പോലീസുകാർ അലിഗഡ് ക്യാമ്പസിനെ വളഞ്ഞുകൊണ്ട് വെടിയുതിർത്തപ്പോൾ ആ വിദ്യാർത്ഥികളെ മുന്നിൽ നയിച്ചത് ഫ്രട്ടേണിറ്റിയുടെ നേതാവായ ഷർജിൽ ഉസ്മാനിയാണ് എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടെ പറയും. ഡൽഹി പോലീസിന്റെ, അമിത്ഷാ പോലീസിന്റെ പാർലമെന്റിന് മുന്നിൽ ജന്തർ മന്ദറിൽ ആയിഷാറിനെയും ഷഹീൻ അബ്ദുള്ളയും ലതീദ ഫർസാനയും അടക്കമുള്ള നമ്മുടെ നേതാക്കൾ ഇന്ത്യ രാജ്യത്തിന്റെ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തെരുവിൽ ഉണർന്നു നിൽക്കുകയായിരുന്നു. ഇനി ഇവിടുത്തെ ഭരണകൂടങ്ങൾ അത്തരത്തിലുള്ള നിയമങ്ങളുമായി മുന്നോട്ട് വന്നാൽ ചോദിക്കാൻ ഇവിടെ ഒരു ചെറുപ്പമുണ്ട് എന്ന പ്രഖ്യാപനം തന്നെയാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടത്തെ ക്യാമ്പസുകളെ ഏകാധിപത്യവൽക്കരിച്ചാൽ ഫ്രട്ടേണിറ്റിയെ കുടിച്ചു മൂടുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വലിയ നിരക്കഥകൾ മെനഞ്ഞ മഹാരാജാസിൽ നമ്മൾ കണ്ടല്ലോ. ഫ്രട്ടേണിറ്റിയെ കുടിച്ചു മൂടാൻ വന്നവർ ഇന്ന് ക്യാമ്പസിൽ കയറാൻ കഴിയാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന വ്യാജ അധ്യാപകരുള്ള ഒരു കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം. ജനാധിപത്യത്തെയും സഹോദരത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടത്തെ മുഴുവൻ അധികാര വ്യവസ്ഥകൾക്ക് നേരെയും അതിശക്തമായ പോരാട്ടത്തിന് ഈ മൂവ്മെന്റ് നൽകും.
മലബാറിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ കുറിച്ച് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പൊതുസമൂഹത്തിന് അജണ്ടകളില്ലാതിരുന്നപ്പോ മലബാറിലെ വിദ്യാർത്ഥികൾ കേരളത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐതിഹാസികമായ സമരം പ്രഖ്യാപിച്ച് ഒരുപാട് പ്രവർത്തകർ ചോരയൊഴുക്കി ജയിലിൽ പോയി രക്തമൊഴുക്കി. നമുക്കറിയാം മലബാറിൽ അനുവദിക്കപ്പെട്ട ഓരോ അധിക സീറ്റിന് പിന്നിലും ഒരു ഫ്രട്ടേണിറ്റി പ്രവർത്തകന്റെ ചോരയുടെ മണമുണ്ട് എന്ന് വളരെ ആർജവത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇവിടുത്തെ ആദിവാസിയായ മനുഷ്യരെ, വിശ്വനാഥനെ പോലെയുള്ള, മധുവിനെ പോലെയുള്ള മനുഷ്യരെ ഇവിടുത്തെ ആൾക്കൂട്ടം അടിച്ചു കൊല്ലുമ്പോ ഇവിടുത്തെ പൊതുബോധത്തിന് നോവുന്നില്ല. ഇവിടെ അതൊരു പ്രശ്നമല്ല, അതിവിടെ സെൻസേഷൻ അല്ല, ചാനൽ ചർച്ചകളില്ല. എന്നാൽ അതിവിടുത്തെ തെരുവുകളിൽ ഉന്നയിക്കാൻ നമ്മളുണ്ട്. അതൊറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ ഇവിടുത്തെ ഇടതുപക്ഷ മന്ത്രിസഭയെയും വയനാട്ടിലെ വിശ്വനാഥന്റെ വീട്ടിലെത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ ഇനിയൊരു മധുവോ ഇനിയൊരു വിശ്വനാഥനോ കേരളത്തിലും രാജ്യത്തും ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പോരാട്ടങ്ങളെ രാജ്യത്തിന്റെ തെരുവുകളിൽ, ക്യാമ്പസുകളിൽ കഴിഞ്ഞ 7 വർഷക്കാലം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. ഈ സമ്മേളനം എന്ന് പറയുന്നത് ഇത് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് നമുക്ക് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഉറച്ചു പറയുന്നു, ആത്മാഭിമാനം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ പ്രതിരോധമാണ്, ചെറുത്തുനിൽപ്പാണ്, അതിജീവനമാണ്, ചരിത്രപതിന് സാക്ഷിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് ശ്വേതാപ്പെട്ട് പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. അവര് ശ്വേതാപ്പെട്ട് സഞ്ജീവ് ഭട്ടിനെ ജയിലിലേക്ക് അയക്കുന്ന സമയത്ത് അവർ പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വാചകം നമ്മളൊക്കെയും കേട്ടതാണ്. നമുക്കൊക്കെയും നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും വളരെ പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. അത് നമ്മുടെ മനസ്സിൽ കുറിച്ചു കിട്ടുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പിരിഞ്ഞു പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവര് സഞ്ജീവ് ഭട്ട് ജയിലിലേക്ക് പോകുന്നു. സ്വന്തം കുടുംബത്തെയും മക്കളെയും കേസിലേക്ക് നടത്തേണ്ടി വരുന്ന ഒരു സംഘടനാ പിൻബലവും ഇല്ലാതെ നിൽക്കുന്ന അവസരത്തിൽ വളരെ ധീരതയോടെ പറയുന്ന ഒരു വാക്കുണ്ട്. അനീതിയുടെ ഈ ഭരണകൂടത്തോടും അവരുടെ സകല മൂടുതാങ്ങിയോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ കളികൾ തുടർന്നു കൊള്ളുക. എല്ലാത്തരം വെല്ലുവിളികൾക്കിടയിലും ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം തുടരും. നിങ്ങളുടെ കയ്യിൽ എല്ലാത്തരം അധികാരമുണ്ട്, സംവിധാനമുണ്ട്, പോലീസുണ്ട്, ഭരണവർഗമുണ്ട്, ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. അതിനെ വെച്ച് നിങ്ങൾ ഞങ്ങളെ മർദ്ദിച്ചോളൂ, ഞങ്ങളെ തകർക്കാൻ ഒരുമിട്ടുകൊള്ളൂ, ഞങ്ങളെ പീഡിപ്പിച്ചുകൊള്ളൂ, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊള്ളൂ. നിങ്ങൾ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഭീതിയുടെയും അടിച്ചമർത്തലിന്റെയും മുകളിൽ നിങ്ങൾ പടുത്തുയർത്തിയ സകല കോട്ടകൊത്തളങ്ങളും തടർന്നറിയും വരെ ഞങ്ങൾ പോരാടും. കാരണം ഞങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് നീതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം തുടരും. കുനിയാതെ, മുട്ടിടിക്കാതെ, ശിരസ് നൂക്കാതെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന ആർജവമുള്ള വാക്കുകൾ ഈ രാജ്യത്തിന് നൽകിയ ശ്വേതാ ഭട്ടിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഫ്രട്ടേണിറ്റി.